കല്യാണം കഴിച്ചത് പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് നോട്ട് ദ പോയിന്റ്. പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അല്ല എനിക്ക് വിവരം വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴും ഇല്ലല്ലോ. അല്ല ഈ പ്രേമിക്കുന്ന സമയത്ത് ഇയാളെന്റെ മുഖത്ത് നോക്കി കരളെ കപ്പളിത്തോടെ തേയിലപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര കടുപ്പത്തിലൊരു ചായ. പ്രേമിക്കുന്ന സമയത്ത് കരളെ കപ്പളിത്തോടെ തേയിലപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര എന്ന് വിളിച്ചോണ്ടിരുന്ന ആള് കല്യാണം കഴിച്ച് എനിക്ക് 3 കുട്ടികളായപ്പോ എന്റെ മുഖത്ത് നോക്കി വിളിക്കണത് എന്താണെന്ന് അറിയാമോ? പോത്തെന്ന്. സ്ത്രീയുടെ മുഖത്ത് നോക്കി വിളിക്കുന്ന പേരാണോ പോത്തേന്ന്? എന്താ സാറേ പോത്തേന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോത്ത് നമ്മളെ വന്ന് കുത്തും. എവളെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എവള് കുത്തിയാ നമ്മുടെ ശരീരത്തിൽ എവിടെ ഏക്കാൻ പിന്നെ അണ്ണാ ഞാൻ ഒരു കാര്യം പറയാം കേട്ടാ. നമ്മൾ അപ്പുറത്തെ ഡെക്ലസ് അണ്ണനെ നിങ്ങൾ പറഞ്ഞു മര്യാദ വിലക്കണം. അങ്ങനെ നിന്നെ തോന്നിയത്? അണ്ണാ ഞാൻ എന്നും കുളിക്കാൻ കയറുമ്പോ കുളിമുറിയിൽ അപ്പുറത്തുള്ള മരത്തിന്റെ മോളിൽ കയറി ഇരുന്ന് പാട്ട് പാടലും ചൂളം വിളിയും. ഒന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ അതിനൊരു മേൽക്കൂരയിടി നിങ്ങൾ. അങ്ങനെ പെണ്ണും പിള്ള കുളിക്കാൻ പോകുമ്പോ നീ എന്റെ കൂടെ പറ. എന്തറിഞ്ഞ്? എനിക്കും അറിയാം മരത്തിൽ കയറാനും പാട്ട് പാടാൻ. കടല വേവിക്കാൻ വേണ്ടിട്ട് കുക്കർ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? എന്റെ അച്ഛൻ മേടിച്ചു തന്ന കുക്കറാ, വിസിലടിക്കും. അപ്പൊ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മിക്സി ചോദിച്ചപ്പോഴോ? അതെന്റെ അച്ഛൻ മേടിച്ചു തന്ന മിക്സിയാ, സൗണ്ട് ഉണ്ടാക്കും. അതൊക്കെ പോട്ടെ, തുണി അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീൻ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? അതെന്റെ അച്ഛൻ മേടിച്ചു തന്ന വാഷിംഗ് മെഷീനോ, കറങ്ങും. അതും പോട്ടെ, കുളിച്ചോണ്ടിരുന്നപ്പോ വെള്ളം തീർന്ന് മോട്ടർ ഇടാൻ പറഞ്ഞപ്പോ ചേച്ചി എന്താ പറഞ്ഞേ? അതെന്റെ അച്ഛന്റെ പേരിലുള്ള മോട്ടർ. അതേത് പേര്? CRM ആകാശ് പമ്പം. ചൂട് സഹിക്കാൻ വേണ്ട ഫാൻ ഇട്ടപ്പോ എന്താ പറഞ്ഞേ? അതെന്റെ അമ്മയുടെ പേരിലുള്ള ഫാനാ, കറക്കൂല ഞാൻ. അതേത് പേര്? ഉഷാ ഫാൻ. എന്റെ അമ്മയുടെ പേര് വനജയെന്നല്ലേ? ഒക്കെ പോട്ടെ, കുളി കഴിഞ്ഞ് നനഞ്ഞ കാലമായിട്ട് ഹാളിൽ വന്നപ്പോ മാർബിൾ ചവിട്ടാൻ പാടില്ല, ചേച്ചിയുടെ അപ്പന്റെ മാർബിൾ ആണെന്ന്. അതേത് മാർബിള്? കണ്ടിട്ടില്ലേ റോഡ് സൈഡിലൊക്കെ ടയറും ചുറ്റി പിടിച്ചിട്ട് ഇതിങ്ങനെയൊക്കെ നിക്കണ? അതുകൊണ്ട് അപ്പന രാജസ്ഥാനിലായിരുന്നു. അത് ചേച്ചിയുടെ അപ്പനായിരുന്നോ? കല്യാണത്തിന് വന്നപ്പോ ഒന്നും മെലിഞ്ഞിട്ടാണെന്നല്ലോ. അതെന്റെ അച്ഛൻ ജിമ്മിലൊക്കെ പോയി ഡയറ്റ് എടുത്ത് സെറ്റായി. ബിക്കോസ് മൈ ഫാദർ ഇസ് എ ബീച്ച്. അത് കാശുള്ളവർ അങ്ങനെയൊക്കെ പറയും. അതെ അതെ അതെ, TV കിട്ടാത്തതിന് ചുരുക്കാണെന്നൊക്കെ മനസ്സിലായി, അതങ്ങ് സമ്മതിച്ചേക്ക്. ഒന്ന് പോടാ, ഞങ്ങൾക്ക് TV മേടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് മേടിക്കാൻ അറിയാം. എന്നാ പിന്നെ ഒന്ന് മേടിച്ച് കാണിക്ക്. മേടിച്ച് കാണിക്കും. നിങ്ങളൊക്കെ താഴെ ഇരിക്കുന്ന ടിവിനെക്കാട്ടും വലിയൊരു TV ഉണ്ടല്ലോ, ഞാൻ മേടിച്ചിരിക്കും. അതിനിവിടെ കെട്ടുകാലി വിൽക്കാൻ വേണ്ടി ഞാൻ തയ്യാറാ. കെട്ടുതാലിയാണ് ഇപ്പൊ അകത്ത് കിടന്ന് കറങ്ങുന്നത്. വാഷിംഗ് മെഷീനല്ലേ? കമ്മൽ, വളെ, വണ്ടിയാ. അപ്പൊ കടം മേടിക്കേണ്ടി വരും. കടം മേടിച്ചാലും കുഴപ്പമില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ഇവിടെ കിടിലൻ TV കൊണ്ടുവന്നു. പാവം എന്റെ അച്ഛൻ, ഇത്ര പാവമായിട്ടുള്ള ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. സ്വന്തം ശ്വാസം പോലും നാട്ടുകാരുടെ കുട്ടികൾക്ക് കൊടുത്ത എന്റെ അച്ഛൻ ജീവിക്കുന്നേ. ബലൂൺ കച്ചവടല്ലേ? ഇന്നലെ കൂടെ ഞാൻ നോക്കുമ്പോ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് മുറ്റത്ത് വന്നിരിക്കും, കരയും. കസേര വന്നിരിക്കും, കരയും. കട്ടിലേ വന്നിരിക്കും, കരയും. ഈ ഇരിക്കുന്ന ഭാഗത്ത് കുരുവോ മറ്റോ? പോണോ അവിടുന്ന്? രണ്ടാമതൊരു ആലോചന വന്ന്, അതൊരു ബിസിനസ്മാനാ. പുള്ളിക്ക് ഈ കോഴിയുടെ പരിപാടിയായിരുന്നു. എന്താ രാവിലെ ചെന്ന് കൂവോ? അല്ല, ഡെയിലി 2 മുട്ട ഞാൻ ഒരെണ്ണം വെച്ച് തരും കേട്ടോ. എന്റെ കല്യാണം മുടക്കി കോഴിക്കാരൻ വന്നിട്ട് എന്തുവാ ചെയ്യുന്നത് ഇയാൾക്ക് അറിയല്ലേ? തൂക്കി നോക്കിയിട്ട് ചിറക് കെട്ടി വെച്ച്. അല്ലടോ, പിന്നെ കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, കല്യാണം മുടങ്ങി. അതെങ്ങനെയാ? കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, പിന്നെ കല്യാണം മുടങ്ങുന്നത് എങ്ങനെയാ? ഞാനും ചെറുക്കനും കൂടെ സംസാരിക്കാൻ വേണ്ടി വീടിന് പുറത്തോട്ട് ഇറങ്ങി. ഈ മാഗസിൻ ആരും കാണാതിരിക്കാൻ വേണ്ടി എന്റെ അപ്പൂപ്പൻ പുറത്തോട്ടെടുത്ത് ഒരൊറ്റ വോൾട്ടേജ് കുറവാന്ന് തോന്നി. അപ്പൂപ്പൻ എടുത്ത് മാഗസീൻ എറിഞ്ഞില്ലേ? നന്നായില്ലേ? എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ചെറുക്കൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അയേ കിടന്ന് ആടുന്ന അമ്മയും കുഞ്ഞും. എടുത്തോ അന്ന് എന്റെ ഒക്കത്തോട്ട് കയറിയില്ല, ഞാൻ ഇന്ന് എടുക്കാം. എടുത്തോ എന്ന് പറയുന്നത് അതല്ലെന്ന് നറുക്കെടുത്തോന്ന്. ഓ, ബോണി ചമ്മന്തിയൂർ സാർ ഇങ്ങോട്ട് വരട്ടെ, അപ്പോൾ നമ്മൾ നറുക്കെടുക്കും, സമ്മാനവും കൊടുക്കും. നമ്മള് കുറച്ച് ഏജൻസികളൊക്കെ എടുത്തിട്ടുണ്ടേ. എവിടെ ഏജൻസി എടുത്തേക്കുന്നേ? എവിടാ എടുക്കാത്തെ? എവിടാ എടുത്തിട്ടുള്ളേ? കേരളത്തിലെ 12 ജില്ലകളിലും നമ്മൾ ഏജൻസി എടുത്തിട്ടുണ്ട്. അതിന് കേരളത്തിൽ 14 ജില്ലയല്ലേ? എനിക്ക് 12 മക്കളുണ്ട്. ഈ 12 മക്കൾക്കും 12 ഏജൻസീസ് ആണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് 12 മക്കളാന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അല്ല, നിങ്ങൾക്ക് ഈ 12 എണ്ണത്തിനൊക്കെ നിങ്ങൾ എങ്ങനെ പേരിട്ടെ? ആദ്യത്തെ 5 എണ്ണത്തിന് പേരിട്ട്, ബാക്കിയുള്ളതിനെ നിരത്തി പിടിച്ച് നമ്പർ ഇട്ടങ്ങ് വിട്ടു. അല്ല, അപ്പൊ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാവത്തില്ലേ? എന്ത് ചോദ്യാ മോളെ ചോദിക്കുന്നത്? വീട്ടിൽ വഴക്കുണ്ടാവത്തില്ലേന്നോ? ഇന്നലെ തന്നെ 8ഉം 12 അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും. അവസാനം 6 ചെന്ന് അവസാനിച്ചത്. 6 ഡോക്ടർ ആയിരിക്കും അല്ലേ? അല്ലല്ലേ, എന്റെ മോനാ. അവനാ ഇവരെയൊക്കെ വാരിപ്പിറക്കി ആശുപത്രി കൊണ്ടാക്കിയത്. അപ്പൊ ഈ നറുക്കെടുക്കുന്നൊക്കെ എപ്പോഴാ? നറുക്കൊക്കെ എടുക്കാം. ബോണി ചമ്മന്തിയൂർ സാർ ഇങ്ങോട്ട് വന്ന അടിക്കും, അടിച്ചിരിക്കും.
അടിക്കൂന്ന് പറഞ്ഞ അടിച്ചിരിക്കും പറഞ്ഞില്ലേ? നീ സാറിനെ തല്ലുവാടാ? അയ്യോ സാറിനെ തല്ലൊന്നുമില്ല, നിറക്കെടുപ്പ് എനിക്ക് തന്നെ അടിക്കൂന്ന്. പിന്നെ ഞാനിവിടെ ആരെ കാണാൻ നിക്കുവാ? അയ്യോ മനുഷ്യനായിരുന്നോ? ഞാൻ വിചാരിച്ചു ബൊമ്മയായിരിക്കുന്നേ.